നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ അകനാട് ഇളമ്പകപ്പള്ളിക്കാരൻ സുനിൽകുമാർ എന്ന പൾസർ സുനി പരമാവധി 1000 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട്ടിൽ നിന്നും വന്നൊരു ചെറുപ്പക്കാരൻ. കേരളത്തെ നടുക്കിയ ഒരു കേസിലെ കുറ്റക്കാരനായ ഒന്നാം പ്രതി. അകനാട്ടുകാർക്ക് പോലും പിടികൊടുക്കാത്തവനായിരുന്നു സുനി. ഇടയ്ക്കെപ്പോഴെങ്കിലുമെല്ലാം നാട്ടിൽ വരും. വരുന്നതോ വലിയ കാറിലും ബൈക്കിലുമൊക്കെയാണ്. ഏതോ കൊള്ളാവുന്നവന്റെ കൂടെ കൂടി രക്ഷപ്പെട്ടതാണെന്ന് നാട്ടുകാർ കരുതി. ഇടയ്ക്ക് ചില കേസുകളിൽ പെട്ടതോടുകൂടി നാട്ടുകാർക്ക് അധികം മുഖം കൊടുക്കാതെയായി. ബൈക്കിലായാലും കാറിലായാലും മിന്നായം പോലെ പറക്കും. ഇതിനപ്പുറമൊന്നും നാട്ടുകാർക്കും പൾസറിനെ കുറിച്ച് അറിയില്ല. സുനിൽകുമാർ എങ്ങനെ പൾസർ സുനിയായി? അതിനും നാട്ടുകാർക്ക് ഉത്തരമില്ല. പൾസർ ബൈക്കുകളോടുള്ള പ്രിയമാണ് കാരണമെന്ന് ചിലർ പറയുന്നു. അതല്ല, പൾസർ ബൈക്കുകൾ തിരഞ്ഞുപിടിച്ച് മോഷണം നടത്തിയത് കൊണ്ടാണെന്ന് മറ്റു ചിലരും പറയുന്നു. അതുമല്ല, ആദ്യമായി പൾസർ ബൈക്ക് വാങ്ങി നാട്ടിൽ ചെത്തി നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വീണതെന്ന് മറ്റൊരു കൂട്ടരും പറയുന്നു. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രം: അവനൊരു ക്രിമിനലാണ്. ചാനലുകളിലും പത്രങ്ങളിലും വാർത്തകൾ വന്നതോടെയാണോ ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടായതെന്ന് ചോദിച്ചാൽ തീർത്തും നിഷേധിക്കില്ല. സ്കൂൾ പഠനകാലത്ത് തന്നെ വില്ലൻ പട്ടം ലഭിച്ച സുനിക്ക് വീടുമായും നാടുമായും ബന്ധം കുറവായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച സുനിൽകുമാറിനെ അധ്യാപകരാരും തന്നെ ഓർക്കുന്നില്ല. വീട്ടുകാരുടെ എതിർപ്പ് ശക്തമായതോടുകൂടി 17ാം വയസ്സിൽ വീട് വിട്ടു. ഈ കറക്കത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലടക്കം ഇയാൾ വിപുലമായ സൗഹൃദ വലയമുണ്ടാക്കി. ഈ സൗഹൃദ വലയമാണ് പിന്നീട് കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളായി മാറിയത്. പല കേസുകളിലും ഒളിവിൽ താമസിക്കുന്നതിന് ഇത് ഇയാൾക്ക് സഹായകരമായിട്ടുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ VIP പ്രതിയെക്കുറിച്ച് പോലീസുകാർ കൂടുതൽ അന്വേഷിക്കുന്നത് പോലും. യഥാർത്ഥത്തിൽ പോലീസുകാർക്കും സുനി ആരാണെന്ന് ആദ്യഘട്ടത്തിൽ ചോദ്യചിഹ്നമായിരുന്നു. എറണാകുളം വൈറ്റില കേന്ദ്രീകരിച്ചുള്ള ടാക്സി ഡ്രൈവേഴ്സ് ക്ലബ്ബ് ഉണ്ടാക്കിയതോടുകൂടിയാണ് സിനിമയിൽ സുനിയുടെ ശുക്രദശ ആരംഭിക്കുന്നത്. ഉന്നതരായ ആളുകൾക്കും സമ്പന്നർക്കും ഫോണിൽ ബന്ധപ്പെട്ടാൽ ഡ്രൈവർമാരെയും ടാക്സിക്കാരെയും നൽകലായിരുന്നു ക്ലബിന്റെ പ്രധാന സേവനം. കാണാൻ സ്മാർട്ടായതിനാൽ കൂട്ടത്തിൽ സുനി തിളങ്ങി. ഇവർക്ക് എല്ലായിടത്ത് പോകുമ്പോഴും കൂട്ടത്തിൽ കൊണ്ടു നടക്കുവാൻ പറ്റിയ ഗെറ്റപ്പുള്ള ഒരുത്തനായിരുന്നു സുനി. അങ്ങനെയാണ് സിനിമാക്കാർ സുനിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയാൻ തുടങ്ങിയത്. പിന്നീട് അയാൾ പല സിനിമാക്കാരുടെയും സിനിമാ യൂണിറ്റിലൊക്കെയും ഡ്രൈവറായി വിലസുന്നു. പല സിനിമാക്കാരും വിശ്വസ്ത ഡ്രൈവറായി സുനിയെ കൂടെ കൂട്ടിയതും അങ്ങനെയാണ്. കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ ബസ് യാത്രികനായ യുവാവിന്റെ മുഖത്ത് മുളകുപൊടി സ്പ്രേ അടിച്ച് 7 ലക്ഷം രൂപ കവർന്നതടക്കം ചെറുതും വലുതുമായ 8 മോഷണ കേസുകളിലും അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ കഞ്ചാവ് കേസിലും സുനിയുടെ പേരുണ്ടായത് ഈ കാലയളവിലാണ്. ഇതേ അവസരത്തിൽ തന്നെയാണ് സിനിമാ മേഖലയിലും പലരുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരനായി സുനി മാറിയതും. ബന്ധങ്ങൾ വിപുലമായതോടുകൂടി സുനിയുടെ രീതിയും മാറി. ആഡംബര വാഹനങ്ങളിൽ ഇടയ്ക്കിടെ നാട്ടിൽ വന്നു പോകുവാൻ തുടങ്ങി. ഈ വരവുകളിൽ ഇളമ്പക്കപ്പള്ളിയിലും നെട്ടൺ സിറ്റിയിലും പഴയ പരിചയക്കാരുമായി സുനി പരിചയം പുതുക്കി. നടിയെ ആക്രമിച്ച കേസിൽ പിടിയിലാകുന്നതിന് 5 മാസം മുൻപാണ് ഇത്തരത്തിൽ ഇയാൾ നാട്ടിൽ വന്ന് മടങ്ങിയത്. നാട്ടിൽ കാര്യമായ ബന്ധങ്ങളില്ലാതിരുന്നതിനാൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയായ സുനിയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ എടുക്കുവാൻ കോടനാട് സ്റ്റേഷനിലെ പോലീസുകാർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു. ഒറ്റനോട്ടത്തിൽ ചോക്ലേറ്റ് കുട്ടപ്പനായതിനാൽ സുനിയെ ആർക്കും ഇഷ്ടപ്പെടും. അത് അയാൾ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു. സുനിയെ അടുത്തറിയാവുന്ന ടാക്സി ഡ്രൈവർ ഒരിക്കൽ പറഞ്ഞതാണിത്. ബാഹ്യ സൗന്ദര്യം നോക്കി ഇത്തരത്തിൽ കൂടെ കൂട്ടിയ പലർക്കും സുനി പണി കൊടുത്തിട്ടുമുണ്ടെന്ന് പരിചയക്കാർ പറയുന്നു. എന്നാൽ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമാ മേഖലയിലുള്ളവർ അയാളെ കൂടെ കൂട്ടിയതെന്ന പരാതിയും പലർക്കുമുണ്ട്. സിനിമയിലും പുറത്തും തങ്ങളുടെ എതിരാളികളെ ഒതുക്കുവാൻ ഇയാളുടെ ക്രിമിനൽ ബന്ധങ്ങൾ സിനിമാക്കാർക്ക് സഹായകരമായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. 2017 ഫെബ്രുവരി 23 മുതൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷമാണ് കേസിൽ ജാമ്യം ലഭിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ബാക്കി പ്രതികളെല്ലാം പുറത്തിറങ്ങുമ്പോഴും പൾസർ സുനി അകത്തു തന്നെയായിരുന്നു. കഴിഞ്ഞിടെ വിധി പ്രസ്താവനയിൽ 1ാം പ്രതിയായ സുനി ഉൾപ്പെടെ 6 പേരെ കോടതി കുറ്റക്കാരായി വിധിച്ചു. 20 വർഷം തടവിനും ശിക്ഷിച്ചിരുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.